ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അഞ്ജിത്തിന് സ്വന്തം അമ്മയെപ്പറ്റി പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. മാഡം, എൻ്റെ പേര് അഞ്ജിത്ത്. പേര് സാങ്കല്പികമാണ്. എനിക്ക് 23 വയസ്സുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ സംസ്ഥാനത്തിന് വെളിയിലാണ് ജോലി ചെയ്യുന്നത്. 10ാം ക്ലാസ് വരെ ഞങ്ങൾ അവിടെയായിരുന്നു സെറ്റിലായത്. അത് കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്നതാണ്. എനിക്കൊരു ചേച്ചിയുമുണ്ട്. ചേച്ചി ഇപ്പോൾ പഠിക്കാൻ വേറൊരു സ്ഥലത്താണ്. ഞാനും അമ്മയും പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. എൻ്റെ അമ്മ പൊതുവെ ശാന്ത സ്വഭാവക്കാരിയാണ്. പുറത്തെങ്ങും അധികം കറങ്ങാനൊന്നും പോകില്ല. അച്ഛൻ വരുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ പോകും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അടുത്ത സൂപ്പർ മാർക്കറ്റോ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകും. അച്ഛൻ വരുമ്പോഴും അവർ തമ്മിലുള്ള ബന്ധവും വളരെ സൈലൻ്റാണ്. വഴക്കോ വാക്കാണമോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. എന്നാലോ ഓവറായിട്ടുള്ള എന്തെങ്കിലും സ്നേഹപ്രകടനങ്ങളോ ഞാൻ കണ്ടിട്ടില്ല. അവരെ പോലൊന്നും എനിക്കാകാൻ പറ്റില്ല. എനിക്ക് നല്ല പ്രേമവും സ്നേഹവും ഒക്കെ വേണമെന്ന് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം പെൺസുഹൃത്തുക്കളുണ്ട്. ഓരോ വർഷവും ഓരോ ലൈനുണ്ട്. ഞാൻ വിചാരിച്ചില്ലെങ്കിലും അത് പൊട്ടും, പുതിയ തുടങ്ങും. ഇങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പോലെ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ സ്ത്രീകളുമായിട്ട് അടുക്കുന്നത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. ഫോണൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, പെൺകുട്ടികളുമായിട്ട് അമിതമായി അടുക്കരുത്, അത് പിന്നെ വല്ലാത്ത പ്രശ്നങ്ങളിൽ കലാശിക്കും. നിനക്കിപ്പോൾ അറിയാമല്ലോ, പത്രത്തിൽ പേര് വരണമെന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കെ എന്നൊക്കെ എന്നോട് വല്ലപ്പോഴും പറയും. അത്രയേ ഉള്ളൂ. സൂക്ഷിക്കണമെന്ന് ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്തോ അമ്മയുടെ പഴഞ്ഞ സ്വഭാവമൊന്നും എനിക്കിഷ്ടമല്ല. എന്നാലും വഴക്ക് കൂടാനൊന്നും ഞാൻ പോകില്ല മാഡം. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻസ്. ഈ കഴിഞ്ഞ വർഷം വരെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ലായിരുന്നു. പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷമാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു സ്ത്രീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ഞാൻ സിറ്റൗട്ടിലിരിക്കുകയായിരുന്നേ. ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എവിടെയില്ലേ മോനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ടെന്ന്. എങ്കിൽ അമ്മയൊന്ന് വിളിക്കാൻ പറഞ്ഞു. അമ്മയെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ പതുക്കെ അടുക്കളയിൽ നിന്ന് സിറ്റൗട്ടിലേക്ക് വന്നു. പെട്ടെന്ന് അമ്മ ആളെ കണ്ട് സ്റ്റക്കായി നിന്നു. അമ്മയ്ക്കൊരു സംശയം, ആരാണെന്നും എനിക്ക് സംശയം. അപ്പോഴേക്കും അവർ, എടി മോളെ ചക്കര, നിനക്കെന്നെ ഓർമ്മയില്ലേടി? എത്ര കാലമായി കണ്ടിട്ട്. യോ മോളെ ലീനേ, എടി നീ അങ്ങ് മാറിപ്പോയല്ലോടി. എവിടാടി നീ? എന്നെക്കാൾ ചെറുപ്പമാണല്ലോ. നിന്നെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോളാണെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞ് അമ്മ ഓടി ചെന്നവരെ കെട്ടിപ്പിടിച്ച്, നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ എന്ന് പറയുന്ന പോലെ രണ്ടും കൂടെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും തടവുകയും. എനിക്കറിയില്ല, ആകെ കൂടി അവിടെ ഒരു കോലാഹലമായിരുന്നു. സാധാരണ ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന അമ്മ അന്ന് അലറി വിളിക്കുകയായിരുന്നു. അമ്മയുടെ ഉത്സാഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് ഞെട്ടിപ്പോയി. തൈക്കളവുകളെ രണ്ടും കൂടെ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾക്കിടയിൽ പോലും ഇത്രയും വൈബില്ലല്ലോ. രണ്ടുപേരും കൂടെ തുള്ളിച്ചാടുകയാണ്. പിന്നീട് ഞാനവിടെ ഇരിക്കുന്നുണ്ടോ നോക്കാതെ രണ്ടുപേരും കൂടെ അങ്ങ് വിശേഷം തുടങ്ങി. എടി എവിടെയായിരുന്നു നീ? എത്ര വർഷത്തിന് മുമ്പ് കണ്ടതാ? അന്ന് നീ പറഞ്ഞു നീ കല്യാണം കഴിഞ്ഞ് ഖത്തറിലാണെന്ന്. ആ, ഇപ്പോഴും അവിടെ തന്നെയാടി. പക്ഷെ വേറെ കാര്യമുണ്ട്, നാട്ടിൽ വന്ന് വീടൊക്കെ വെച്ച് സെറ്റിലായി. നീ എവിടെ വീട് വെച്ചേ? അവർ സ്ഥലം പറഞ്ഞു. ഞങ്ങളുടെ വീടിനവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ കാണാം, അത്രേ ഉള്ളൂ. യോ, നീ ഇവിടെ നിന്ന് താമസിക്കാൻ തുടങ്ങിയോ? ഞാനിവിടെ ഉണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു എന്ന് പറഞ്ഞ് അമ്മ അങ്ങ് അലറുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, എടി സിതാരയില്ലേ, അവളത് ഇവിടെ ആടി കിടിച്ചിരിക്കുന്നത്. അവളെ ഞാൻ ഒരു ദിവസം കണ്ടടി. അന്നേരോ പറഞ്ഞത് നീ ഇവിടെയാണ് താമസിക്കുന്നതെന്ന്. ഞാനാണെങ്കിൽ കുറേ തിരക്കിയിരുന്നു. നീ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലടി, ഫേസ്ബുക്കിലൊന്നും? ഞാനൊന്നും ഉപയോഗിക്കില്ല. എന്തായാലും അവളെ കണ്ടത് കാര്യമായി. അവളാണ് നിൻ്റെ വീട്ടിലേക്കുള്ള റൂട്ട് മാപ്പ് എല്ലാം പറഞ്ഞു തന്നത്. നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാനങ്ങ് വന്നതാണ്. ഹസ്ബൻഡും പിള്ളേരൊക്കെ എന്തേ? അവരില്ലടി, അവർ വന്നില്ല. ഞാൻ തന്നെ കാർ ഓടിച്ചാൽ വന്നെന്ന് പറഞ്ഞു. നീ അങ്ങ് മാറിപ്പോടി. എന്താ, നീ ആണെങ്കിൽ അന്ന് കണ്ടുപോലിരിക്കുകയാണ്. ഞാൻ നോക്കടി വീട്ടിലെ വീട്ടമ്മയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലീനാറ്റി പറഞ്ഞു, അതിനെന്താ, നീ സുന്ദരിയാണല്ലോ, നിൻ്റെ മുടിയൊന്നും നരച്ചിട്ടില്ല, നല്ല സുന്ദരനായ ഒരു ചെക്കനും ഉണ്ടല്ലോ നിനക്ക് മോനായിട്ട്. നിൻ്റെ ഭർത്താവ് സുന്ദരനാണോടി? നീ എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടില്ലല്ലേ? വാടി, ഫോട്ടോ കാണിക്കാം. നിന്നെ സിറ്റൗട്ടിൽ തന്നെ ഇരുത്തി ഇങ്ങ് സംസാരിക്കണം. ഞാൻ എന്തോ ഓർക്കുന്നേ. എന്താ മോളെ വേണ്ടിയത്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിപ്പുണ്ട്, അതോ ചായ ഉണ്ടാക്കണോ? എന്താ വേണ്ടത്? എനിക്കാണെങ്കിൽ കൈ എത്തുന്നില്ല, കാലും എത്തുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊന്നും വേണ്ടെന്ന്. എടാ, ഇതാരാന്നറിയാമോ? ഇതാണ് ലീന, എൻ്റെ ക്ലാസ്മേറ്റാണ്. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഞങ്ങൾ രണ്ടുപേരും കൂടി 2 വർഷം ഒന്നിച്ച് ഹോസ്റ്റലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരില്ലേ ശരിക്കും ഒരു വീട്ടിലെ പോലെ ആയിരുന്നു. എങ്ങനെ ഇവളെ മിസ്സായെന്ന് എനിക്കറിയില്ല. പണ്ട് കല്യാണം കഴിച്ചൊക്കെ പോയാൽ പിന്നെ നല്ല സുഹൃത്തുക്കളങ്ങ് മിസ് ചെയ്യും. എടാ, ഇവക്കില്ലേ നെയ്യപ്പ ഭയങ്കര ഇഷ്ടമാണ്. നീ പോയി മണിച്ചേച്ചിയുടെ കടയിൽ നെയ്യപ്പുണ്ടെന്ന് നോക്ക്. എടി, അവനെ പറഞ്ഞൊന്നും വിടണ്ട, അവൻ ഉടങ്ങാനിരുന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല ആൻറ്റി, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. അവിടുത്തെ നെയ്യപ്പം സ്പെഷ്യലാണെന്ന്. ആണോ മോനെ എന്നവർ ചോദിക്കുന്നു. എടാ, അവൾക്ക് വലിയ ഇഷ്ടമാണ് നെയ്യപ്പം, ഞാൻ പറഞ്ഞില്ലേ. നീ അവിടെ കാര്യം കേൾക്കാൻ നിൽക്കണ്ട, പോയിട്ട് വാ, അമ്മ ചായ ഇടട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അകത്തേക്ക് പോയി. മാഡം, എൻ്റെ അമ്മയുടെ ശബ്ദവും ആവേശമൊക്കെ കണ്ട് ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. അമ്മ എത്രയും സൈലൻ്റ് ആയിരുന്നു, അതിൻ്റെ ഓപ്പോസിറ്റായി മാറി. ചുമ്മാ അതല്ല,
ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും നല്ലൊരു വൈബാണ്. ഒരിക്കലും മക്കളോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഭാര്യയോടോ ഒന്നും തോന്നാത്തൊരു വൈബ് ഫ്രണ്ട്സിനോട് തോന്നും. നമ്മൾ യഥാർത്ഥമായിട്ടിരിക്കുന്ന ആളുടെ മുന്നിലാണ്, ഫ്രണ്ട്സിൻ്റെ മുന്നിലാണ്. അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. അമ്മയുടെ ഇങ്ങനെയൊരു മറുപുറം എനിക്കിതുവരെയും കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ അമ്മ ഞാൻ വിചാരിച്ച പോലെ അത്ര വാർഡുപടമൊന്നുമല്ല, കൊള്ളാം, കുഴപ്പമില്ല, ആ നല്ല ഫ്രണ്ട്സ് എന്ന് വിചാരിച്ച് ഞാൻ മണിച്ചേച്ചിയുടെ നെയ്യപ്പവുമായിട്ട് തിരിച്ചു വന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ കൊടുക്കടാ കൊടുക്ക്. അവളാണെങ്കിൽ ഒറ്റയിരുത്തിന് 5 നെയ്യപ്പം തിന്നും. ഇല്ലേടി ഹോസ്റ്റലിൽ നമ്മൾ ശശിയേട്ടൻ്റെ കടയിൽ പോയി നെയ്യപ്പവും അപ്പവും തുളവടയൊക്കെ കഴിക്കുന്നതിനൊക്കെ ഓർമ്മയുണ്ടോ മോളെ എന്ന് ചോദിച്ച് അമ്മ ആൻറ്റിയുടെ താടിയിൽ പിടിച്ച് ഓമനിക്കുന്നു. വല്ലാത്ത സ്നേഹം തന്നെ. എന്തായാലും അവർ പല കഥകളും പറഞ്ഞു. ഞാൻ കുറച്ചൊക്കെ കേട്ടു. ബാക്കി ഞാൻ അങ്ങ് പോയിരുന്നു. പിന്നീട് ആൻറ്റി എൻ്റെ അടുത്ത് വന്നിരുന്നു. മോൻ സുന്ദരനാണ് കേട്ടോ. പിന്നെ മോൻ്റെ അമ്മയുടെ സൗന്ദര്യമാ മോന് കിട്ടിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു അപ്പോൾ എൻ്റെ അച്ഛന് സൗന്ദര്യമില്ലേ? അപ്പോൾ അമ്മയും ആൻറ്റിയും കൂടെ കണ്ണും നോക്കി. എടാ അതല്ല അവൾ ഉദ്ദേശിച്ചത് എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു എന്തായാലും നിൻ്റെ അച്ഛന് വലിയ സൗന്ദര്യമൊന്നുമില്ല, എൻ്റെ സുഹൃത്താണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവൾ. അവളെ എനിക്കറിയില്ലയോ, അവൾക്ക് ഇതിനേക്കാൾ നല്ല സുന്ദരനായ ഭർത്താവിനെ കിട്ടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ഒന്ന് പൊടിയിടേ, ഇവനാണ് വിടുവായന, എന്നെപ്പോലെയോ അദ്ദേഹത്തെപ്പോലെയോ അല്ല, ഇവിടെ കിടന്നും തലകുത്തി മറന്നവനാ. അങ്ങനെങ്ങാണം വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഫീലിംഗ് ആയില്ലേ, നീ പറയോടാ മോനെ എന്ന് ചോദിച്ച് ആൻറ്റി എൻ്റെ തലയിൽ തലോടി. ഞാൻ പറഞ്ഞു പറയില്ല ആൻറ്റി, എന്നാലും എൻ്റെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. നിൻ്റെ അമ്മ കോളേജിൽ പഠിക്കുമ്പോൾ എന്ത് സുന്ദരിയാണെന്നറിയാമോ? എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒത്തിരി ചെക്കന്മാരെ പുറകെ നടന്നിട്ടുണ്ട്, നിനക്കറിയാമോ? ഇവക്ക് പക്ഷേ പ്രേമൊന്നും ഒട്ടും ഇഷ്ടമല്ല. ആണുങ്ങളെ കാണുന്നത് ഇവൾക്ക് പേടിയാണ്. ഇവിടെ കല്യാണമേ കഴിക്കത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിച്ചത് 2 കുട്ടികളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴേക്കും അമ്മ നീ ഇങ്ങോട്ട് വന്നേ, ചെറുക്കനെ വിസ്തരിക്കാതെ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയി. എന്തായാലും 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആൻറ്റി പോയത്. ഞങ്ങൾ ടാറ്റ കൊടുത്ത് ആൻറ്റിയെ പറഞ്ഞു വിട്ടു. കോലാഹലം കേട്ട് അച്ഛൻ ഇറങ്ങി വന്ന് എന്ത് പാടി ഇവിടെ എല്ലാം കൂടെ കിടന്ന് എന്തിവിടുത്തെ തിരുവാതിരയോ എന്ന് ചോദിച്ചു. എൻ്റെ അച്ഛമ്മയ്ക്ക് ഇത്തിരി ഇറിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ പ്രായമായി കഴിഞ്ഞപ്പോഴേക്കും. അപ്പോഴേക്കും അമ്മ ഓടിച്ചെന്ന് അമ്മേ എൻ്റെ സുഹൃത്ത് വന്നതാണ്. നിനക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടോടി? നീ ഇങ്ങനെ ആരോടെങ്കിലും മിണ്ടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് ഏതാ ഫ്രണ്ട്? അത് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഒരേ റൂമിൽ ഞങ്ങൾ 2 വർഷം കഴിഞ്ഞതാണ്. ഹോസ്റ്റൽ മേറ്റ്സ് അല്ലയോ? അത് കൊള്ളാം. എന്തായാലും അങ്ങനെയെങ്കിലും ശബ്ദം വെക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നല്ലോ. നിങ്ങൾ ആരും മിണ്ടത്തില്ലല്ലോ, ചെറുക്ക മാത്രമല്ലേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്നത്. നിനക്കിപ്പം നല്ല നാക്കുണ്ടല്ലോടി. അത് പിന്നമ്മേ എത്ര വർഷം കഴിഞ്ഞ് അവളെ കാണുന്നത്. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങായതാണ്. എന്തായാലും കൊള്ളാം എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മമ്മ കയറിപ്പോയി. പുള്ളിക്കാരിക്ക് ചില സമയത്ത് പല മൂഡുകളാണ്, അതുകൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ ചോദിച്ചു അല്ലമ്മേ, അമ്മ ഇത്ര ശബ്ദം ഉണ്ടാക്കുകയും ഇത്രയും ആഹ്ലാദിക്കുകയും തുള്ളിച്ചാടുകയൊക്കെ ചെയ്യുമോ? പക്ഷെ അച്ഛൻ വരുമ്പോഴോ ഞങ്ങളുടെ മുന്നിൽ വെച്ചോ ഒന്നും അമ്മ ഇങ്ങനെയല്ലല്ലോ, വെറും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. വല്ലപ്പോഴും മാത്രം അവാർഡ് പടം പോലെ സംസാരം, അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒന്നും മിണ്ടിയില്ല. ഒന്ന് പോച്ചേക്കാം, ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ട് വരാതെ. അല്ല സത്യം പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു അത് ചിലപ്പോൾ നിൻ്റെ അച്ഛനും ഒരു സൈലൻ്റ് ക്യാരക്ടറല്ലേ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ നിൻ്റെ അച്ഛനും വലിയ സ്നേഹപ്രകടനം കാണിച്ചായിരുന്നെങ്കിൽ ഞാനും ഇതുപോലൊക്കെ തുള്ളിച്ചാടിയേനെ. പക്ഷേ ഇവളങ്ങനെയല്ല. പണ്ട് തൊട്ടേ ഇങ്ങനെയാടാ കലപില കിളികിലാന്നങ്ങ് സംസാരിക്കും. അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ രണ്ടേനും കൂടെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരുന്ന് 3-4 മണിക്കൂർ പോവും. ഭക്ഷണം കഴിക്കാൻ പോലും മറക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും അവൾ കൂടെ വരുമായിരുന്നു കേട്ടോ. എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു എന്ന് നിനക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? നിനക്കിതുള്ള സുഹൃത്തുക്കളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് ഒത്തിരി അങ്ങോട്ട് കാണുന്ന പെണ്ണുങ്ങളെല്ലാം നിനക്ക് സുഹൃത്തല്ലേ. അങ്ങ് വിളിക്കുക, 6-ാം മാസം ലൈൻ പൊട്ടുക, പിന്നെ പോവുക, സുഹൃത്താണോ ലൈനാണോ എന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ഞങ്ങളുടെ ബന്ധം അങ്ങനെ ആയിരുന്നില്ല, ആത്മാർത്ഥമുള്ള ബന്ധമായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് ഈ ഫോണും അങ്ങനെയുള്ള കാര്യങ്ങളും കണക്ഷനൊന്നുമില്ല, അങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണ്. പക്ഷേ ഇനി നോക്കിക്കോ, അവളെ ഞാൻ എന്നും വിളിക്കും. അവൾ ഫോൺ നമ്പർ തന്നിട്ടാണ് പോയത്. ഇപ്പോൾ അടുത്തുമാണ്, അവളുടെ വീട്ടിൽ പോകാം, അവൾക്ക് ഇങ്ങോട്ട് വരാം. ഇനിയിപ്പോൾ അമ്മ അടങ്ങിയിരിക്കില്ലടാ, ഞാൻ ഇനി ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അവൾ വരുമ്പോൾ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷം. അത് കണ്ടപ്പോൾ എനിക്കും നല്ല സന്തോഷം. കാര്യം ആകെക്കൂടി അന്തരീക്ഷം ഒന്ന് മാറിയ പോലെ തോന്നി. അതാണ് സുഹൃത്തുക്കൾ വരുമ്പോൾ എന്ന് ഞാനും ഓർത്തു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, കണ്ടോ ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അമ്മ ഉടനെ പറയും സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ 100 ലൈൻ വലിച്ച് നടക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് പെണ്ണുങ്ങളോട്. അതാ പറഞ്ഞേ, നിനക്ക് ആൺ സുഹൃത്തുക്കളൊന്നും ഇല്ലടാ, അവരുമായിട്ടൊന്നും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അതിനെ ഒന്നും മിണ്ടിയില്ല. എന്തായാലും അത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ആൻറ്റി വരും. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, അയാൾ ഗൾഫിൽ തന്നെയാണ്. ഒരു മകനെ അവർക്കുള്ളൂ, അവൻ വിദേശത്താണ് പഠിക്കുന്നു. പിന്നെ അവിടെ കൂടെയുള്ളത്
ഈ ആൻറ്റിയുടെ അമ്മയാണ്. ഒരു പ്രശ്നവുമില്ല. അവർക്ക് കണക്കറ്റ സ്വത്തുക്കളുണ്ട്. ആൻറ്റി വരുമ്പോൾ ഒത്തിരി സാധനങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വരും. എന്തായാലും എൻ്റെ അച്ഛൻ പോലും ഇത്രയും ചിലവാക്കില്ല. പിശുക്കനാണ്. പിന്നെ അമ്മയും ആൻറ്റിയും കൂടെ ഇടയ്ക്ക് പുറത്തു പോകാൻ തുടങ്ങി. ഞാൻ ചിലപ്പോൾ കോളേജിൽ നിന്ന് വരുമ്പോഴില്ലേ അവിടെ ആരും കാണില്ല. ഞാൻ അമ്മയെ വിളിക്കും, പറയും അതേ ലീന വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇറങ്ങിയാടാ, ഒന്ന് കറങ്ങിയിട്ട് വരാം, നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറയും. ഞാനപ്പോൾ എന്തെങ്കിലും പറയും. ആ പറയുന്നതിൻ്റെ 3 ഇരട്ടി എനിക്ക് വാങ്ങിക്കൊണ്ട് തരും. എനിക്ക് കാര്യങ്ങൾ കുശാലായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ദിവസം അച്ഛൻ എന്നെ ഫോൺ വിളിച്ചു. എടാ, നിൻ്റെ അമ്മ ഇപ്പോൾ എപ്പോഴങ്ങ് പുറത്ത് കറങ്ങാൻ പോവുകയാണല്ലോ, കൂട്ടുകാർ വന്നെന്ന് പറഞ്ഞ്. ആരാ അവള്, എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചു. അമ്മയും അവരും തമ്മിലുള്ളൊരു സെൽഫി എടുത്ത് അയച്ചു തരാൻ പറഞ്ഞാൽ പോരെ. അതൊന്നും വേണ്ട, ഒരു ദിവസം അവർ വരുമ്പോൾ നീ 2 പേരും കൂടെ ഒരു പടം എടുത്ത് എനിക്ക് അയച്ചു തരണം. അവളുടെ സുഹൃത്തിനെ എനിക്കൊന്ന് കാണുമല്ലോ, ഇത്രയും നാളില്ലാത്ത ശീലമൊക്കെ ഉണ്ടാക്കി കൊടുത്ത സുഹൃത്തല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛന് ഈ കറക്കമൊന്നും അത്ര ഇഷ്ടമല്ല. അച്ഛൻ വേറൊരു ടൈപ്പാണല്ലോ. എന്തായാലും പിന്നീട് അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിയും വന്നു. അച്ഛനാണെങ്കിൽ ആദ്യം സൈലൻ്റ് ആയിട്ടിരുന്നു, ഇഷ്ടമല്ല. പക്ഷേ ആൻറ്റി അങ്ങോട്ട് കയറി സംസാരിച്ച്, ചേട്ടാ അറിയാമോ, ഞങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലായി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം രാത്രി ആയപ്പോഴല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചായ കുടിക്കണം. പക്ഷേ മേട്ടൻ വെളിയിവിടെയോ ഇല്ല. ഞങ്ങൾ അവിടെ എന്തെന്നറിയാമോ, വലിയൊരു കമ്പെടുത്ത് വെച്ചിട്ട് മതിൽ ചാടി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് കാപ്പി കുടിച്ചു. ചായ കുടിക്കാൻ മതിൽ ചാടി നിങ്ങൾ എന്തിനാ അവിടെ പോയി കാപ്പി കുടിച്ചേ എന്ന് അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി, ചേട്ടനും ഭയങ്കര ഹ്യൂമർ സെൻസാണ്, ഇങ്ങനെ അനങ്ങാതിരിക്കുന്നുള്ളൂ, എനിക്കറിയാനല്ലേ ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് തോള് തട്ടുകയൊക്കെ ചെയ്തു. അച്ഛൻ ആദ്യം മസിൽ പിടിച്ചെങ്കിലും ആൻറ്റിയല്ലേ, ആൻറ്റി അങ്ങ് സംസാരം കൊണ്ട് അച്ഛനെയും മയക്കി. പിന്നെ 3 പേരും കൂടെ സംസാരം ആരംഭിച്ചു. അതോടുകൂടി അച്ഛന് അത്ര വലിയ പ്രശ്നമില്ല. എന്തായാലും അച്ഛൻ ലീവിനൊന്ന് പോകുന്നതിന് മുമ്പ് 10 വട്ടം ആൻറ്റി വന്നല്ലോ, അവർ 3 പേരും കൂടെ പുറത്തു പോയി. അത് കഴിഞ്ഞതിൽ പിന്നെ അച്ഛന് പ്രശ്നമില്ല. കൊള്ളാം കേട്ടോ ആൻറ്റി എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. പിന്നീട് ആൻറ്റിയും അച്ഛനും ഇവിടെ വരുമ്പോൾ വിളിക്കുമായിരുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്യും. അച്ഛനും ആ ബന്ധം അക്സെപ്റ്റ് ചെയ്യും. കാര്യം നല്ല രീതിയിൽ ഊർജ്ജസ്വലമായി മിണ്ടുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇത്തിരി ഒരു ഇളക്കം തട്ടുമല്ലോ. അത് 2 പേർക്കും ഉണ്ടായി മാഡം. ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്ന് ഞാൻ ഇതിന് താമസിച്ച് വരുള്ളൂ കേട്ടോ എന്ന്. അതെന്താടാ അങ്ങനെ, ആ കോളേജിൽ ചില പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ മാഡം ഉച്ചയായപ്പോഴില്ലേ ആ പ്രോഗ്രാം ക്യാൻസലായി. എന്നാൽ ക്ലാസ്സും ഇല്ല. വീട്ടിലേക്ക് തിരിച്ചു വരാം എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു മാഡം. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ആൻറ്റി വന്നിട്ടുണ്ട്, കാറവിടെ കിടക്കുന്നുമുണ്ട്. ഞാനാണെങ്കിൽ ശബ്ദമുണ്ടാക്കാതെ കയറി ചെന്ന് 2 പേരെയും ബോ എന്ന് വെച്ച് പേടിപ്പിക്കാം എന്നാണ് കയറി ചെന്നത്. പക്ഷേ പതുമി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴുണ്ട് അവിടെ അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കുന്നു മാഡം. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ എന്തോ കുഴക്കുകയാണ്. ഇനിയിപ്പോൾ 4 മണിക്കുള്ള പലഹാരത്തിന് വല്ലതാണെന്നറിയില്ല. അപ്പോഴുണ്ട് അമ്മയുടെ തൊട്ട് ചേർന്ന് അമ്മയുടെ വയറ്റിൽ കെട്ടിപ്പിടിച്ച് ആൻറ്റി നിൽക്കുകയാണ്. എന്നിട്ട് അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും കുലിക്കുന്നു. എടി ഒന്ന് പോയി, ഇത് ഞാൻ കുഴച്ച് വെക്കട്ടെ, ചെക്കൻ ചിലപ്പം വൈകിട്ട് വരുമ്പോഴേക്കും അവന് ഭയങ്കര വിശപ്പായിരിക്കും, പിന്നെ വേറെ ഇവിടെ ഒന്നും ഇല്ലാത്ത പോലെ നീ കുഴക്കണ്ട, വാടി നമുക്ക് റൂമിലേക്ക് പോകാം. എടി അത് ശരിയാകില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൻറ്റി പറയുകയാണ്, നിൻ്റെ പൊന്നൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ കേൾക്കില്ലേ, പൊന്നനോ അതാരാ എന്ന് വിചാരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മ കുഴക്കൽ നിർത്തി. എന്നിട്ട് നിശ്ചലയായി നിൽക്കുകയാണ്. പക്ഷേ അവിടെ അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആൻറ്റിയാണ് പോപ്പോ അടിക്കുന്നത്. ഷൂ, എൻ്റെ ദൈവമേ, ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമകളിലും വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് പ്രായമായവരിൽ സംഭവിക്കുമോ? പണ്ടിവർ ഹോസ്റ്റൽ മേറ്റ്സ് ആയി കഴിഞ്ഞപ്പോഴേക്കും 2 പേരും കൂടെ അവിടെ തീ കത്തിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇവർ തമ്മിൽ പണ്ടേ പ്രണയാന്വിതരായ 2 സ്ത്രീകളാണ്. അവർ 2 പേരും സാഹചര്യവശാൽ പിരിഞ്ഞു. ഇപ്പോൾ ഒന്നുകൂടിയപ്പോൾ ഇവിടെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പണ്ടത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളുകളികൾ മനസ്സിലാകില്ല. പക്ഷേ ഈ കാലഘട്ടത്തിലായതുകൊണ്ടും എല്ലാം നമ്മൾ വായിച്ച് കണ്ടു അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി മാഡം. ഞാൻ അത് കണ്ട് ശരിക്കും സ്റ്റക്കായിപ്പോയി. മുന്നോട്ട് പോകണോ പുറമോട്ട് പോകണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടി വേണ്ട, നീ ഒന്ന് ചുമ്മാതിരിക്കും. നമ്മൾ തമ്മിൽ അന്ന് പിരിഞ്ഞതിൽ പിന്നെ നല്ലൊരു ബന്ധം എനിക്കുണ്ടായിട്ടേ ഇല്ല. നിൻ്റെ ഭർത്താവിനോടുള്ള ജീവിതം നിനക്ക് സംതൃപ്തമാണോ മോളെ എന്ന് അമ്മയോട് ചോദിക്കുന്നു. അമ്മ പറയുന്നു, ഏയ് എവിടെ, വെറും യാന്ത്രികമായ ബന്ധമല്ലേ, അതേപോലെ തന്നെയടി എൻ്റെ ഭർത്താവും. ഗുണവുമില്ല മണവുമില്ല, നമ്മുടെ ടേസ്റ്റ് വേറെയല്ലേ. നീ ഉണ്ടായിരുന്നപ്പോൾ എന്ത് അടിപൊളിയായിരുന്നു. അന്ന് നിൻ്റെ ഗന്ധമില്ലേ, അത് ഞാൻ
എന്ന് മറന്നിട്ടില്ലേ മോളെ എന്ന് പറഞ്ഞ് അവളുടെ കൈകൾ എങ്ങോട്ടോ നിധി അന്വേഷിച്ച് പോകുന്ന പോലെ എനിക്ക് തോന്നി. എനിക്കത് കണ്ടു നിൽക്കാനും വയ്യ, കാണാതിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയാണ്. ബാടി, നമുക്ക് പോകാം, തുടങ്ങാം. വേണോടി, വേണോ എന്നമ്മ ചോദിക്കുന്നു. വേണം വേണം, നീ വാ, ഒരു പ്രശ്നമില്ല, ഇപ്പം നമ്മൾ സെറ്റിലായല്ലോ. ഇത്രയും നാൾ നമ്മൾ ഇവന്മാരെയൊക്കെ സഹിച്ച് ജീവിച്ചു, പിള്ളേരും വലുതായി. ഇനിയിപ്പം നമ്മൾ എന്ത് നോക്കാനാ മോളെ? ഇനി കുറേ നാൾ കഴിയുമ്പോഴേക്കും എല്ലാ ഫ്യൂസും പോകും. അതിനു മുമ്പ് നമ്മുടെ സ്നേഹം ഒന്നുകൂടി നമുക്ക് ആറ്റിക്കുറുക്കിയെടുക്കാം എന്ന് പറയുന്നു. പെട്ടെന്ന് പറഞ്ഞ് ഞാൻ കൈ കഴുകട്ടെ എന്ന് പറഞ്ഞ് കൈ കഴുകി. അമ്മ പറയുകയാണ്, എന്നാലും ചേട്ടനെ നീ മടക്കി കുപ്പിയിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആരോടും മിണ്ടാത്ത ടൈപ്പാണ്. അതൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ശരിയാക്കും. എടി, എനിക്ക് ആണുങ്ങളുടെ കെമിസ്ട്രിയും പെണ്ണുങ്ങളുടെ കെമിസ്ട്രിയും ഒക്കെ അറിയാം. നിൻ്റെ ഭർത്താവ് വലിയ വില്ലനൊന്നുമല്ല, എനിക്കറിയാം. അങ്ങനെ ഒരു മുരടനാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് കഴിവുകളോ സൗന്ദര്യമൊന്നും അയാൾക്കില്ല. അപ്പം അമ്മ പറയുന്നു, പിന്നെ അങ്ങനെയുള്ള കഴിവും സൗന്ദര്യമൊക്കെ ആര് നോക്കുന്നു? എന്തെങ്കിലും വലിയ ശല്യമൊന്നുമില്ല കേട്ടോ, മിണ്ടത്തുമില്ല. പിന്നെ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം, അത്രയേ ഉള്ളൂ. അങ്ങനെ 2 പിള്ളേരും ഉണ്ടായി. ഇതായിരുന്നു എൻ്റെ ജീവിതം. ഇനി നമുക്ക് അടിച്ചു പൊളിക്കാം. നിന്നോടിത് പറയാനും പുതുതായിട്ടൊന്ന് തുടങ്ങാനും എനിക്ക് വലിയ മടിയായിരുന്നു. നിനക്കെന്നോടുള്ള താല്പര്യം ഇപ്പോഴും ഉണ്ടെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഡേഞ്ചറസ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. എൻ്റെ വീട്ടിലേക്ക് നമുക്കങ്ങ് പോയാൽ മതി, അവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വെച്ച് വേണ്ട. പക്ഷേ ഇന്ന് നമ്മൾ എല്ലാം പറഞ്ഞ് സെറ്റാക്കി ഒന്ന് തുടങ്ങുന്ന ദിവസമല്ലേടി. പിന്നെ ഇവിടെ സേഫ് ആണല്ലോ, മോനിപ്പോഴെങ്ങും വരത്തില്ലല്ലോ. അത് ശരിയാ എന്ന് പറയുന്നു. എന്തായാലും അമ്മയെ റെഡിയായെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ പതുക്കെ പുറകോട്ട് കാലെടുത്ത് വെച്ച് അങ്ങ് മുറ്റത്ത് പോയി. മാഡം, അമ്മ വന്ന് പുറത്തെ വാതിലടയ്ക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ വീടിൻ്റെ സൈഡിൽ പോയി പതുങ്ങിയിരുന്നു. അമ്മ വന്ന് വെളിയിലേക്ക് നോക്കി. കതക് അടച്ചു മാഡം. അത് കഴിഞ്ഞ് അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. ഞാൻ അകത്ത് കയറിയില്ല, പുറത്തുകൂടി ആ ബെഡ്റൂമിൻ്റെ സൈഡിൽ പോയി നിന്നു. അകത്തുനിന്ന് പല സംഭാഷണങ്ങളും ഞാൻ കേട്ടു, പല പല അപശബ്ദങ്ങളും ഞാൻ കേട്ടു. അമ്മ എൻ്റെ പൊന്നാ, എൻ്റെ പൊന്നൂട്ട എന്നൊക്കെ വിളിക്കുന്നതും ഞാൻ കേട്ടു മാഡം. എനിക്ക് മനസ്സിലായി അവിടെ അവരുടെ റോൾ എന്തൊക്കെയാണെന്ന്. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് മനസ്സിലാകാത്ത ആരുമില്ലല്ലോ. അമ്മയാണ് അവിടെ പെണ്ണിൻ്റെ റോൾ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവരാണ് ആധിപത്യം പുലർത്തുന്ന ആണിൻ്റെ റോളും. ഇടയ്ക്ക് അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല മാഡം, പുറത്തും പറയാൻ കൊള്ളില്ല. അത്തരം കാര്യങ്ങളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ജാള്യത തോന്നി. അതുമാത്രമല്ല, എന്തോ എനിക്ക് എന്നോട് തന്നെ ആദ്യം വെറുപ്പ് തോന്നി. പിന്നീട് ഞാൻ ഓർത്തു അതവരുടെ സാന്ദ്രമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നീട് അധികം ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ മിക്കവാറും പിന്നീട് അമ്മ അവരുടെ കൂടെയാണ് പോകുന്നത്. പോയി കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി വരും. ആ സമയത്തൊക്കെ എനിക്ക് കൂടുതൽ ഗിഫ്റ്റും അതും ഇതൊക്കെ കൊണ്ടുവരും. ഒരു കണക്കിന് ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങ് കണ്ണടച്ചേക്കാം, എനിക്ക് ഗുണമേ ഉള്ളൂ. അവരുടെ കാര്യങ്ങളെ ഇപ്പോൾ നോർമലായിട്ട് നോക്കിക്കാണുന്നൊരു സമൂഹമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് തീരുമാനിച്ചു. എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നാണക്കേട് തോന്നുന്നുണ്ടെങ്കിലും ഞാനതിൽ ഇടപെട്ടില്ല മാഡം. ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് വരികയാണ്. അച്ഛൻ വന്നു കഴിയുമ്പോൾ 2 പേരും തമ്മിൽ ഭയങ്കര വഴക്കാണ്. മുൻപില്ലാത്ത വിധം തർക്കങ്ങളും വഴക്കുകളും ഷൗട്ടിങ്ങും ഒക്കെ ഉണ്ടാകുന്നു. എന്നെ അവോയ്ഡ് ചെയ്യണം നീ എന്നൊക്കെ അച്ഛൻ അമ്മയോട് പറയുന്നു. ഇതൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ അമ്മയോട് വയ്ക്കുമ്പോൾ അമ്മ പറയും, എനിക്കറിയില്ല, നിൻ്റെ അച്ഛനെ ഈ അടുത്ത കാലത്തായിട്ട് തല തിരിഞ്ഞു എന്ന് പറയുന്നു. ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, നിൻ്റെ തലയാ തിരിഞ്ഞെന്ന്. ഇതിനിടയ്ക്കും ആൻറ്റി വീട്ടിൽ വരാറുണ്ട്. ആൻറ്റി ഉള്ളപ്പോൾ അച്ഛൻ ആൻറ്റിയോട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിനി അച്ഛൻ അറിഞ്ഞോ അല്ലെങ്കിൽ വേറെന്താണ് പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല മാഡം. ഇത് അവരോട് സംസാരിക്കണമെന്നുണ്ട്. കാര്യം വഴക്ക് കൂടി വരികയാണ്. ഈ ഒരു ബന്ധം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പക്ഷേ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കിട്ട് അറിയുകയുമില്ല മാഡം. ഇത് ഞാൻ അമ്മയോട് തുറന്ന് ചോദിക്കണോ അതോ അവരുടെ കാര്യമാണെന്നുള്ള രീതിയിൽ വിട്ടേക്കണോ? അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം കുളമാകുമോ? അവരെ മാനേജ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കണോ? എനിക്കൊന്നും അറിയില്ല എന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല വിവരമുള്ള ഒരു മകൻ തന്നെയാണ്. കാര്യം ഇപ്പോഴത്തെ കാലത്താണെങ്കിലും പണ്ടത്തെ കാലത്താണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഞെട്ടിത്തിരിക്കുന്ന ആളുകളാണ് കൂടുതലുമെങ്കിൽ അതിൻ്റെ വാസ്തവം എന്താണ്, മനുഷ്യർക്കിടയിലൊരു സംഗതി തന്നെയാണിത് എന്ന് മനസ്സിലാക്കാനെങ്കിലും കഴിഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവർ 2 പേരും ഇത്തരം ഒരു ബന്ധത്തിൽ ഉൾപ്പെട്ട ആളുകളായിരുന്നു. അവർക്ക് 2 പേർക്കും ഇത്തരം ബന്ധം തുടരാനായിരുന്നു ഇഷ്ടം. പക്ഷേ വിധി അവരെ അതിന് തടുത്തു. 2 പേരും ആണുങ്ങളെ കല്യാണം കഴിച്ചു, എന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടായി. പിന്നെ അവർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആണും പെണ്ണും, ആണും പെണ്ണും ഒക്കെ ചിലപ്പോൾ
പൂർവ്വ കമിതാക്കളെ തേടി പോയേക്കാം. കാര്യം ആർക്കാരോട് ഇഷ്ടമെന്ന് നമുക്കറിയില്ല, ഓരോരുത്തരുടെയും മനസ്സിലാണല്ലോ ഇഷ്ടങ്ങളിരിക്കുന്നത്. അപ്പോൾ ദാമ്പത്യത്തിൽ പുതിയൊരാളുടെ അല്ലെങ്കിൽ പഴയ പ്രണയിതാവിൻ്റെ കടന്നുവരവ് എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ഒരു പ്രശ്നമായിരിക്കും ഇത്. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ അച്ഛൻ സ്ലോ ആണെങ്കിൽ കൂടിയും ഈ ഒരു സ്ത്രീ വന്നതിൽ പിന്നെ അമ്മ പലതും നിഷേധിക്കുന്നുണ്ടാകാം അച്ഛന്. അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. ഒരു പക്ഷേ ഇതൊന്നും അറിഞ്ഞു കാണില്ല. അമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം മാത്രമേ അയാൾക്ക് മനസ്സിലാകുന്നുള്ളൂ. അല്ലാതെ അതിന് കാരണക്കാരിയോ അല്ലെങ്കിൽ ഇങ്ങനൊരു ബന്ധം അമ്മയ്ക്കും ആ ആൻറ്റിക്കും ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ആൻറ്റിയോട് വളരെ സ്നേഹത്തോട് പെരുമാറേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും അമ്മയ്ക്കും അച്ഛനും ഇടയിൽ ഒരു ദാമ്പത്യ പ്രശ്നം ഈ ഒരു ബന്ധം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്, ഒരു വിടവ്. അതാണ് അവിടെ ഇപ്പോൾ കത്തിജ്വലിച്ച് നിൽക്കുന്നത്. അതിനി എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നോ അല്ലെങ്കിൽ എപ്പോൾ പ്രശ്നം ഉണ്ടാകുമെന്നോ എപ്പോൾ ഇതൊക്കെ അറിയുമെന്നോ നമുക്കറിയില്ല. വേണമെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ ഒരു മകന് എത്രത്തോളം ഇതിൽ ഇടപെടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയോട് തുറന്നു ചോദിക്കാം, അച്ഛനോടോ അമ്മയോടോ ഒക്കെ തുറന്നു ചോദിക്കാം. എന്തിനാണ് നിങ്ങൾ കലഹിക്കുന്നത്, എന്താണ് കാരണമെന്ന് മകന് തീർച്ചയായിട്ടും ചോദിക്കാം. ഈ കാര്യങ്ങൾ അറിഞ്ഞു അത് അമ്മയോട് സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഇപ്പോൾ അത് സംസാരിക്കാനുള്ള സമയമായിരിക്കില്ല. അവരോട് ആദ്യം പറയുക, നിങ്ങൾ തമ്മിലുള്ള രസക്കേട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് മാറ്റണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം കുളമാകുമെന്ന ഒരു വാണിംഗ് അമ്മയ്ക്കും അച്ഛനും കൊടുക്കാം. അതൊക്കെ മകൻ്റെ കടമയാണ്. പിന്നെ ഈ അമ്മയും ആൻറ്റിയും കൂടി ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അമ്മയുടെ ദാമ്പത്യ കലഹങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് കയറി ഇടപെടാം. ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിൽ പറയാം. അത് ആൻറ്റിക്കും കൂടി ഒരു വാണിംഗ് ആയിരുന്നു കഴിഞ്ഞാൽ കൊള്ളാം. കാര്യം അവർ വലിയ മിടുക്കിയാണെങ്കിൽ അമ്മയെ ഉപദേശിച്ച് നിർത്തുമല്ലോ. രണ്ട് വെള്ളത്തിലും കാല് വയ്ക്കാൻ അവർ വലിയ മിടുക്കിയാണല്ലോ. അപ്പോൾ ഇവിടെ ദാമ്പത്യ കലഹം ഉണ്ടാക്കാതെ അത് കൊണ്ടുപോകാൻ അവർക്കും അറിയാമല്ലോ, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാമല്ലോ നിങ്ങളുടെ അമ്മയെ. അപ്പം നിങ്ങളുടെ അമ്മയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ആയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ കൂടി ഇവരെ കണ്ട ഇമോഷൻസിൽ ഭർത്താവിനോട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ശരിയല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ഇത് സംസാരിക്കാനുള്ള സമയമായിട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് വലിയൊരു പൊട്ടിത്തെറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അമ്മയോട് പറയണം, അമ്മ എനിക്കിത് മനസ്സിലായി, ഇന്നതാണെന്ന് മനസ്സിലായി. പക്ഷേ ആ ബന്ധം ഓക്കെ ആയിരിക്കാം എങ്കിൽ കൂടിയും അച്ഛനുമായിട്ടുള്ള ബന്ധം ഇത്രയ്ക്കുളമാക്കരുത്. അത് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതാണ്. അച്ഛനോടുള്ള കടമ നിങ്ങൾക്കുണ്ട്. എന്തുമാകാം, പക്ഷേ ഓവറാകരുത് എന്ന് വേണമെങ്കിൽ തുറന്ന് സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്ര വലിയ പ്രശ്നമില്ലെങ്കിൽ അവരത് മാനേജ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സാധാരണ രീതിയിൽ ഒരു ദാമ്പത്യ ബന്ധത്തിൽ അച്ഛൻ്റെ അമ്മയുടെ പ്രശ്നങ്ങൾക്കിടയിൽ ഇടപെടുന്ന പോലെ ഇടപെടുക. ഇനി അഥവാ അതിൻ്റെ അതിര് കൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യഥാർത്ഥ കാര്യം അമ്മയോട് ചർച്ച ചെയ്ത് എനിക്കറിയാമെന്നുള്ള കാര്യം പറഞ്ഞ് കുടുംബം നിലനിർത്തുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും വശമില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൗൺസിലിങ്ങിനെ മറ്റോ പോകുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള രീതിയിൽ തന്നെ സമാധാനമായി പറഞ്ഞ് സപ്പോർട്ടുമുണ്ട്. എന്നാലും ജീവിതം കുളമാക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കാം. പിന്നെ അതും കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലാകാതെ അമ്മ തത്തിത്തുള്ളി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ആരാണെങ്കിലും. ഇത് നോർമലാണ്, അവരുടെ ഇഷ്ടമാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എന്നാലും വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കുടുംബം എന്ന് പറഞ്ഞൊരു സംഗതിക്കുള്ളിൽ നിൽക്കുമ്പോൾ അവിടെ അത് കുളമാക്കാതിരിക്കാനുള്ള പക്വതെങ്കിലും രണ്ടു പേർക്കും വേണമെന്നുള്ള കാര്യം അവസരം വരുമ്പോൾ ഓർമ്മിപ്പിക്കുക. അത് കറക്റ്റാണ്.